നമുക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. സേതു നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ശതാഭിഷേകമാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ വഴിതെറ്റി സാഹിത്യത്തിലേക്ക് വന്ന ഒരാളാണ്. സാഹിത്യം അദ്ദേഹം ആധികാരികമായി പഠിച്ചില്ല. ബേസിക്കലി അദ്ദേഹം ഒരു ബാങ്കിങ് ലോകത്ത് അതിൻ്റെ നേതൃതലത്തിലായിരുന്നു. അദ്ദേഹമാണ് പിൽക്കാലത്ത് ഏറ്റവും നല്ല കുറച്ച് കൃതികൾ എഴുതി മലയാള സാഹിത്യത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയത്. അക്ഷരങ്ങളിൽ മാന്ത്രിക വസ്ത്രം തീർത്ത സേതുവിൻ്റെ രചനകൾ മനുഷ്യ മനസ്സിൻ്റെ ആഴങ്ങളിലേക്കാണ് വായനക്കാരെ കൂട്ടിക്കൊണ്ടുപോയത്. എന്തായാലും അദ്ദേഹത്തിന് ഒരുപക്ഷെ വളരെ കുറച്ച് മാത്രം പുറത്ത് സംസാരിക്കുകയും എന്നാൽ എഴുതുമ്പോൾ അദ്ദേഹത്തിന് മറ്റൊരു വികായസിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്ന ഈ പ്രിയപ്പെട്ട എഴുത്തുകാരന് 24-ൻ്റെ ശതാഭിഷേക ആശംസകൾ. അതിനൊപ്പം എൻ്റെ വ്യക്തിപരമായ ആശംസകളും. ഒരുപാട് കാലം അങ്ങ് ആരോഗ്യത്തോടിരിക്കുക. നല്ല കൃതികൾ ഇനിയും അങ്ങയുടെ തൂലികയിൽ നിന്ന് പിറവിയെടുക്കട്ടെ. കഥാകാരനപ്പുറം മനുഷ്യ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് വിസ്മയങ്ങളുടെ മുത്തുകൾ വാരിയെടുത്ത അക്ഷരശില്പിയാണ് സേതു എന്ന എ സേതുമാധവൻ. കേവലമായ യാഥാർത്ഥ്യങ്ങൾക്കപ്പുറം സ്വപ്നങ്ങളുടെയും മിത്തുകളുടെയും ഒരു സമാന്തര പ്രപഞ്ചം സൃഷ്ടിക്കാൻ സേതുവിനായി. പ്രകൃതിയും പ്രണയവും ഏകാന്തതയും ഒത്തുചേരുന്ന രചനാ പരിസരത്തേക്കാണ് സേതുവിന്റെ രചനകൾ വായനക്കാരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ജന്മനാടായ ചേന്നമംഗലത്തെ മനക്കോടത്ത് കുട്ടിക്കാലത്ത് കയ്യെഴുത്ത് മാസിക നടത്തിയാണ് സേതുവിന്റെ സാഹിത്യയാത്ര ആരംഭിച്ചത്. ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ഫിസിക്സ് ബിരുദം നേടിയ ശേഷം തൊഴിലന്വേഷണ സംബന്ധിയായി പല സംസ്ഥാനങ്ങളിലും മാറി മാറി താമസിക്കേണ്ടി വന്നത് അനുഭവങ്ങൾ വളർത്തി. ഡൽഹി കേരള ക്ലബിലെ സാഹിതി സഖ്യത്തിൽ കാക്കനാടനും പത്മനാഭനും ഒ വി വിജയനും എം മുകുന്ദനുമൊക്കെയായുള്ള സൗഹൃദമാണ് ഗൗരവതരമായ എഴുത്തിലേക്ക് സേതുവിനെ നയിച്ചത്. ദാഹിക്കുന്ന ഭൂമി ഇതായിരുന്നു ആദ്യ കഥ. പിൽക്കാലത്ത് പാണ്ഡവപുരം, നിയോഗം, മറുപിറവി, അടയാളങ്ങൾ, ആലിയ, വനവാസം തുടങ്ങിയ കൃതികളിലൂടെ സേതു മലയാള നോവൽ സാഹിത്യത്തിന് പുതിയൊരു ഭാവുകത്വം സമ്മാനിച്ചു. ൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ചെയർമാൻ പദവിയിൽ നിന്ന് വിരമിച്ച സേതു എഴുത്തിനായി പൂർണ്ണ സമയവും വിനിയോഗിക്കുകയായിരുന്നു. ചേന്നമംഗലമായിരുന്നു പല കൃതികൾക്കും ഊർജം. മറുപിറവിയിലും ആലിയയിലുമെല്ലാം ചേന്നമംഗലം പശ്ചാത്തലമായി. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകളും എഴുത്തച്ഛൻ പുരസ്കാരവും അടക്കം നിരവധി പുരസ്കാരങ്ങൾ എഴുത്തുകാരനെ തേടിയെത്തി. ചില കൃതികൾ സിനിമകളായി. ഇംഗ്ലീഷും ഫ്രഞ്ചും ജർമ്മനുമടക്കം നിരവധി വിദേശ ഭാഷകളിലേക്കും ഹിന്ദി, കന്നഡ, മറാഠി, തമിഴ് തുടങ്ങിയ ഇന്ത്യൻ ഭാഷകളിലേക്കും സേതുവിന്റെ കൃതികൾ വിവർത്തനം ചെയ്യപ്പെട്ടു. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ചെയർമാനായും സേതു പ്രവർത്തിച്ചിട്ടുണ്ട്. സേതുവിന് 24-ന്റെ ശതാഭിഷേക ആശംസകൾ. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.